शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരികൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം മുതൽ 8-ാമത്തെ ശ്ലോകം വരെ വായിക്കാം. സതം വിവക്ഷന്തം അതദ്വിധം ഹരിം ജ്ഞാത്വാസ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിതാ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന പസ്പർശബാലം കൃപയാ കപോലേ. स वै तदैव प्रतिपादितां गिरं दैवीं परिज्ञातपरात्मनिर्णय तं भक्तिभावोऽभ्य गृणाथ सत्त्वा परिश्रुतोरुस्रवसं ध्रुवक्षिति. ध्रुव उवाच योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्याश्च हस्तचरणश्रवणत्वगादि प्राणान्नमो भगवते पुरुषाय तुभ्यम्. एकस्त्वमेव भगवन्निदमात्मशक्त्या मायाख्ययोर्गुणया महदाद्यशेषम् सृष्ट्वानुविश्य पुरुषस्तदसद्गुणेषु नानेव दारुषु विभाव सुवद्विभासि. त्वद्दत्तया वयुनयेदमचष्टविश्वं सुप्तप्रबुद्ध इव नाथ भवत्प्रपन्न तस्यापवर्ग्य शरणं तव पादमूलं विस्मर्यते कृतविदा कथमार्तबन्धो. വൃത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:1 അധ്യായം 9. ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. ശ്ലോകം 4. സതം വിവശന്തം അദ്ഭിദം ഹരിർ ജ്ഞാത്വാ സ സർവസ്യ ച ഹൃദ്യവസ്ഥിതഃ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാ പസ്പർശബാലം കൃപയാ കപോലേ. ധ്രുവ മഹാരാജാവ് ചെറിയ കുട്ടിയായിരുന്നെങ്കിലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് അനുയോജ്യമായ ഭാഷയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ പരിചയക്കുറവ് മൂലം അവനതിന് പെട്ടെന്ന് കഴിഞ്ഞില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് അവന്റെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹം തനിക്ക് മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന അവന്റെ നെറ്റിയിൽ അകമഴിഞ്ഞ കാരുണ്യത്തോടെ തന്റെ ശംഖു കൊണ്ട് സ്പർശിച്ചു. ശ്ലോകം 5. സ വൈ തദൈവ പ്രതിപാദിതാം ഗിരിം ദൈവീം പരിജ്ഞാത പരാത്മനിർണയഃ തം ഭക്തിഭാവോ ഗൃണാദ സത്വ
പരിശ്രുതോരോ സ്രവസം ധ്രുവക്ഷിതിഹി. ആ സമയത്ത് ധ്രുവ മഹാരാജാവിന് വേദപ്പൊരുളിനെ കുറിച്ച് പരിപൂർണമായ ബോധമുണ്ടാവുകയും ആത്യന്തിക സത്യത്തെ പറ്റിയും അദ്ദേഹത്തിന് സകല ജീവസത്തുകളുമായുള്ള ബന്ധത്തെ പറ്റിയും മനസ്സിലാവുകയും ചെയ്തു. ഭഗവാന് വേണ്ടി നടത്തിയ ഭക്തിയുത സേവനത്തിന്റെ പേരിൽ ധ്രുവന്റെ യശസ് സർവ്വലോകങ്ങളിലും വ്യാപിക്കുകയും ഭാവിയിൽ അവന് സംഹാരത്തിന്റെ സമയത്ത് പോലും വിനാശമില്ലാത്തൊരു ഗ്രഹം സ്വന്തമായി ലഭിക്കുകയും ചെയ്യും. അവൻ അവധാനപൂർണവും നിർണായകവുമായ പ്രാർത്ഥന ഭഗവാന് അർപ്പിച്ചു. ശ്ലോകം 6. ധ്രുവ ഉവാച യോന്ത പ്രവിശ്യ മമ വിജാമി മാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്രുവ മഹാരാജാവ് പറഞ്ഞു, സർവശക്തനായ അങ്ങ് എന്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കരചരണങ്ങളെയും കാതുകളെയും ജീവശക്തിയെയും പ്രത്യേകിച്ച് സംസാരശേഷിയെയും പുനരുജ്ജീവിപ്പിച്ചു. അങ്ങേക്ക് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. ശ്ലോകം 7. ഏകസ്തമേവ ഭഗവന്നിതമാത്മശക്ത്യാ മായാഖ്യയോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ടാനുവിശ്യ പുരുഷസ്തദ സദ്ഗുണേഷു നാനേവ ദാരുഷു വിഭാവ സുവദ്വിഭാസി. വിവർത്തനം: എന്റെ ഭഗവാനെ, അങ്ങ് പരമോന്നതനായ ഏകമാകുന്നു. എങ്കിലും അങ്ങയുടെ വിഭിന്ന ശക്തികളാൽ ആധ്യാത്മികവും ഭൗതികങ്ങളുമായ ലോകങ്ങളിൽ അങ്ങ് വിഭിന്നങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ഭൗതിക ലോകത്തിന്റെ മുഴുവൻ ഊർജവും സ്വന്തം ബാഹ്യശക്തിയാൽ സൃഷ്ടിക്കുന്ന അങ്ങ് സൃഷ്ടിക്കു ശേഷം പരമാത്മാവെന്ന നിലയിൽ ഭൗതിക ലോകത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. പരമോന്നത വ്യക്തിയായ അങ്ങ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെ നാനാതരങ്ങളിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തുന്നു. വിവിധ ആകൃതികളിലുള്ള വിറകുകളിൽ പ്രവേശിക്കുന്ന അഗ്നി അവയെയെല്ലാം സമർത്ഥമായി ദഹിപ്പിക്കുന്നത് പോലെ. ശ്ലോകം 8. ത്വദ്ദത്തയാവയുനയേദമചഷ്ടവിശ്വം സുപ്തപ്രബുദ്ധ ഇവ നാദഭവത് പ്രവന്നഃ തസ്യാപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യതേ കൃതവിതാ കഥമാർത്ഥബന്ധോ. വിവർത്തനം: അല്ലയോ എന്റെ ഗുരുവേ, ബ്രഹ്മദേവൻ പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിതനാണ്. ആരംഭത്തിൽ അങ്ങ് ജ്ഞാനം നൽകിയതിനാൽ അദ്ദേഹം നിദ്രയിൽ നിന്നുണരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്റെ കടമകളെല്ലാം കാണുന്നത് പോലെ ലോകത്തെ മുഴുവൻ കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. മോചനം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഏക ആശ്രയവും എല്ലാ ദുഃഖിതരുടെയും മിത്രവുമാണ് അവിടുന്ന്. ആയതിനാൽ പരിപൂർണ ജ്ഞാനമുള്ള ഒരു പണ്ഡിതന് എങ്ങനെയാണ് അങ്ങയെ വിസ്മരിക്കാൻ കഴിയുക? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു യമുന മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ ധ്രുവ മഹാരാജാവിന്റെ കഠിനമായിട്ടുള്ള തപസ്സിന്റെ ഫലമായി പ്രപഞ്ചം മുഴുവൻ സ്തംഭിച്ചുപോയി. ദേവന്മാർക്ക് പ്രാണവായു പോലും ലഭിക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ പ്രാണവായു പോലും ലഭിക്കാത്ത അവസ്ഥയിൽ ശ്വാസതടസ്സം നേരിട്ട അവർ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സമീപിച്ചു. ദേവന്മാരെല്ലാവരും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഭഗവാനെയാണ് സമീപിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ശ്വാസമെടുക്കാൻ പോലും സാധിക്കുന്നില്ല. എല്ലാവരുടെയും സംരക്ഷകനായിട്ടുള്ള ഭഗവാൻ അങ്ങാണ്. അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ദേവന്മാർ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഇത് ബാലനായിട്ടുള്ള കുട്ടിയായിട്ടുള്ള ധ്രുവ മഹാരാജാവിന്റെ തപസ് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാം. ധ്രുവ മഹാരാജാവിന്റെ തപസ് ഞാനിപ്പോൾ തന്നെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ ധ്രുവ മഹാരാജാവിനെ കാണാനുള്ള വ്യഗ്രതയിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തനെ ഭഗവാനും കാണാൻ ആഗ്രഹിക്കും. ആ വ്യഗ്രതയിൽ ധ്രുവ മഹാരാജാവിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. മധുവനത്തിൽ തപസ് ചെയ്യുന്ന ധ്രുവ മഹാരാജാവിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. അതുവരെ ധ്രുവ മഹാരാജാവ് യോഗശക്തി കൊണ്ട്
ധ്രുവന്റെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി. ധ്രുവന്റെ ഹൃദയത്തിൽ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു, ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഭഗവാൻ തന്റെ ആ രൂപം ധ്രുവന്റെ ഹൃദയത്തിൽ നിന്ന് പിൻവലിച്ചു. ആ സമയത്ത് ധ്രുവന് പരിഭ്രാന്തി ഉണ്ടായി. എന്താണ് തനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കാത്തത് എന്ന് വിചാരിച്ച് കണ്ണ് തുറന്നു നോക്കിയ സമയത്ത് ധ്രുവന്റെ മുന്നിൽ നേരിട്ട് ഭഗവാൻ നിൽക്കുന്നതായിട്ട് ധ്രുവന് കാണാൻ സാധിച്ചു. ഭഗവാന്റെ വാസുദേവ രൂപം ശംഖചക്രഗതാപങ്ങളുമായിട്ട് ഭഗവാൻ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. അപ്പൊ ഇത് കണ്ട സമയത്ത് ധ്രുവന് വലിയ ആനന്ദമുണ്ടായി, വികാരാവേശങ്ങളുണ്ടായി. ഗദ്ഗദകണ്ഠനായിക്കൊണ്ട് ധ്രുവൻ ഭഗവാനെ നമസ്കരിച്ചു, ദണ്ഡവത് പ്രണാമം ചെയ്തു. മാത്രമല്ല ധ്രുവൻ എഴുന്നേറ്റ് ഭഗവാന്റെ രൂപത്തിനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപത്തിനെ നോക്കിക്കൊണ്ട് നിന്നു. ആ സമയത്ത് ധ്രുവന് ഒരു ആഗ്രഹമുണ്ടായി. എല്ലാവരും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കും. ഭഗവാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഭക്തന്മാരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട്, തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്, സ്തുതിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്താറാണ്. അതുകൊണ്ട് ഭഗവാനെ ഉത്തമ ശ്ലോകൻ എന്ന് വിളിക്കും. അപ്പോൾ തനിക്കും ഭഗവാനെ സ്തുതിക്കണം, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കണം എന്ന ആഗ്രഹമുണ്ടായി. പക്ഷെ തനിക്ക് എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് എന്ന് അറിയുന്നില്ല. കാരണം ധ്രുവൻ അങ്ങനെ വേദമന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ചിന്ത, ധ്രുവന്റെ ഒരു ആഗ്രഹം ഭഗവാൻ മനസ്സിലാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ സതം വിവക്ഷന്തമതദ്വിധം ഹരിം ജ്ഞാത്വാസ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിത കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന സ്പർശഭാലം കൃപയാ കപോലെ. അങ്ങനെ ധ്രുവൻ മുന്നിൽ കണ്ട ആ ഭഗവാനെ സ്തുതിക്കണം. വിവക്ഷന്ത, തനിക്കും ഭഗവാനെ വർണ്ണിക്കണം, വിവക്ഷിക്കണം, വർണ്ണിച്ചുകൊണ്ട് പറയാം എന്നാഗ്രഹമുണ്ടായി. പക്ഷെ എന്താണ് അതദ്വിധം, എനിക്ക് ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങളൊന്നും അറിയില്ല, എനിക്ക് ഭഗവാൻ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയുകയില്ല. അതും ധ്രുവന് ഒരു സങ്കടം ഉണ്ടാക്കി, മനസ്സിൽ സംഘർഷമുണ്ടാക്കി. ഈ സംഘർഷം ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? ജ്ഞാത്വാസ്യ സർവസ്യ ച ഹൃദ്യവസ്ഥിതം. ഭഗവാന് മനസ്സിലായി ധ്രുവന്റെ ആഗ്രഹം എന്താണ്, തന്നെ സ്തുതിക്കണമെന്നാണ് ധ്രുവൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് ഭഗവാന് മനസ്സിലായി. കാരണം എന്താണ്? സർവസ്യ ച ഹൃദയവസ്ഥിത, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? ധ്രുവന്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഓരോ ജീവാത്മാവിന്റെയും ആഗ്രഹം ഏറ്റവും വ്യക്തമായിട്ട്, ഏറ്റവും ആദ്യം യാതൊരു കലർപ്പുമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ഭഗവാന് മാത്രമാണ്. ഒരു ജീവന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാന് മാത്രമാണ്. ഭഗവാൻ ധ്രുവന്റെയും ആഗ്രഹം മനസ്സിലാക്കി. അപ്പൊ ആ ധ്രുവനോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന സ്പർശപാലം കൃപയാ കപോലെ. ധ്രുവനോടുള്ള കാരുണ്യം കൊണ്ട്, ധ്രുവന്റെ ആഗ്രഹം എന്താണ്? തന്നെ സ്തുതിക്കണമെന്നാണ് ധ്രുവന്റെ ആഗ്രഹം. അത് ഏറ്റവും നല്ല ആഗ്രഹമാണ്. ആത്മീയതയിൽ നമ്മൾ ആഗ്രഹങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആഗ്രഹങ്ങൾ എന്തായിരിക്കണം? ഭഗവാനുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളായിരിക്കും. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, കാമം, ആഗ്രഹം ഭഗവാനുമായി ബന്ധപ്പെട്ടതായി കഴിഞ്ഞാൽ അതും ഭഗവാൻ തന്നെയാണ്. കാമോസ്മി അല്ലെ, ധർമാവിരുദ്ധോ കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള കാമവും ആഗ്രഹങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാനാൽ അംഗീകരിക്കപ്പെട്ടതാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ധ്രുവന്റെ ആഗ്രഹവും ഭഗവാൻ മനസ്സിലായി. ഭഗവാന് ധ്രുവനോട് കാരുണ്യം തോന്നി. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നത്. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കൃതാഞ്ജലിയും ബ്രഹ്മമയേന കമ്പുന. കൃതാഞ്ജലി, കൈകൂപ്പി നിൽക്കുന്ന ധ്രുവനെ ബ്രഹ്മമയേന കമ്പുന, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള
ബ്രഹ്മമയമായിട്ടുള്ള ആ ശംഖു കൊണ്ട് ധ്രുവന്റെ കപോലം ധ്രുവന്റെ നെറ്റിയിൽ സ്പർശിച്ചു എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാൻ ധ്രുവന് ജ്ഞാനം നൽകിയത്. ധ്രുവൻ ഇതുവരെ വേദപുസ്തകങ്ങളൊന്നും ഇരുന്ന് വായിച്ചിട്ടൊന്നുമില്ല. ധ്രുവന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സ്പർശം കൊണ്ട്, ശംഖു കൊണ്ടുള്ള സ്പർശം കൊണ്ടാണ് ഭഗവാൻ നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം ഭക്തൻ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? ഭഗവാനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. ഭക്ത്യാമാം അഭിജാനാതി, ഭക്തി കൊണ്ട് മാത്രമേ, ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഭക്തിപൂർവം ഭജിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനെ ഭജിക്കാനുള്ള ബുദ്ധിശക്തിയും ഭഗവാൻ തന്നെ നൽകും എന്ന് പറയുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉഭയാന്തിതേ എന്ന് പറയും. ഭഗവാനെ ആശ്രയിക്കുന്ന വ്യക്തിക്ക്, ഭഗവാനെ നിരന്തരം ഭജിക്കുന്ന, പ്രേമപൂർവം ഭജിക്കുന്ന വ്യക്തിക്ക് ഭഗവാനെ ഭജിക്കാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധിശക്തിയും നൽകും എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നൽകുന്നത്? അവരോടുള്ള കാരുണ്യം കൊണ്ടാണ്. അല്ലെ? ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അവർക്ക് അവരുടെ അജ്ഞാനം, ഹൃദയത്തിലുള്ള അജ്ഞാനം മുഴുവൻ ഇല്ലാതാക്കും എന്ന് പറയുന്നത്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരോടുള്ള കാരുണ്യം കൊണ്ട് ഞാൻ അവരുടെ ഹൃദയത്തിലുള്ള അജ്ഞാനമെല്ലാം ഇല്ലാതാക്കും. അപ്പൊ ഭഗവാന് ഒരു വ്യക്തിയുടെ, ഭക്തന്റെ അജ്ഞാനം ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. ഭഗവാന്റെ ഒരു സ്പർശം മാത്രമല്ല, അതുകൊണ്ട് ഒരു വ്യക്തിയുടെ, ഭക്തന്റെ അജ്ഞാനം മുഴുവൻ ഇല്ലാതാകും. ആ വ്യക്തി വേദങ്ങൾ മുഴുവൻ പഠിക്കണമെന്നില്ല. വേദം മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ അജ്ഞാനവും ഉണ്ടാവും. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് 1-ാമത്തെ സ്കന്ധത്തില്. നാരദ മഹർഷിക്കും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചത് പുസ്തക പാരായണം കൊണ്ടല്ല, അല്ലെ? പുസ്തകം പഠിച്ച് വ്യാകരണം പഠിച്ച് തർക്കം ചെയ്ത് അതുകൊണ്ടൊന്നുമല്ല. കാരുണ്യം കൊണ്ടാണ് നാരദ മഹർഷിക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലായത്. അതേപോലെ ഇവിടെ ധ്രുവ മഹാരാജാവിനും ഭഗവാന്റെ ഒരു സ്പർശം കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള എല്ലാവിധ ജ്ഞാനവും ലഭിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സവൈ തദൈവ പ്രതിപാദിതാം ഗിരം ദേവീം പരിജ്ഞാതപരാനിർണയ സംഭക്തിഭാവോഭ്യ ഗൃണാദസത്വ പരിശ്രുതോരു ശ്രവസം ധ്രുവക്ഷിതി. സവൈ തദൈവ ഹരീഷ്ണ അസത്വരം എന്നല്ലേ വാക്ക്? കൂടെ അവിടെ അസത്വരം. ആ സ്പർശമുണ്ടായ സമയത്ത് ബ്രഹ്മമയേന കമ്പുന എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മമയമായിട്ടുള്ള ശംഖാണ് ഭഗവാന്റെ ശംഖ് എന്ന് പറയുന്നത്. ബ്രഹ്മമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ വേദമന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നത് എന്നാണ് അർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്നും അർത്ഥമുണ്ട്. വേദമന്ത്രങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭഗവാന്റെ ശംഖ്. അതീന്ദ്രിയമായിട്ടുള്ള ശംഖ. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ദിവ്യൗ ശംഖോ പ്രതത്മതു. ഭഗവാന്റെ ശംഖ് ദിവ്യമാണ്. ആ ദിവ്യമായിട്ടുള്ള ശംഖിന്റെ സ്പർശം എല്ലാ വേദജ്ഞാനവും ധ്രുവനിൽ ഉളവാക്കി എന്നാണ് പറയുന്നത്. വേദം ഇരിക്കാതെ തന്നെ കൊണ്ട് ബ്രഹ്മമയമായിട്ടുള്ള ശംഖിന്റെ സ്പർശം കൊണ്ട് എല്ലാവിധ ജ്ഞാനവും, എന്ത് ജ്ഞാനമാണ് ധ്രുവൻ ഉണ്ടായത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട്. ദൈവീം പരിജ്ഞാത പരാത്മനിർണയം. ദൈവീം, ഭഗവാനെ കുറിച്ചുള്ള എല്ലാവിധ ജ്ഞാനവും ഉണ്ടായി. ആ ഭഗവാനെ കുറിച്ചുള്ള എന്ത് ജ്ഞാനമാണ്? ഒരു ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ധ്രുവൻ മനസ്സിലായി. ജീവാത്മാവും ഭഗവാനും ഒന്നല്ല, അത് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി. ജീവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഭഗവാനും ഈ പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം വളരെ വ്യക്തമായി ധ്രുവന് മനസ്സിലായി.
മാത്രമല്ല ധ്രുവന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സംഹാരത്തിന്റെ സമയത്ത് പോലും വിനാശമില്ലാത്തൊരു ഗ്രഹം സ്വന്തമായി ലഭിക്കുകയും ചെയ്തു. അപ്പൊ ധ്രുവന് മനസ്സിലായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തനിക്ക് ഒരിക്കലും നശിക്കാത്തൊരു ഗ്രഹം ലഭിക്കാൻ പോകുന്നുണ്ട്. മാത്രമല്ല ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമൊക്കെ തനിക്ക് ലഭിച്ചു. അതുകൂടാതെ ധ്രുവന്റെ ഈ ഒരു യശസ്, ധ്രുവന്റെ ഭക്തി സേവനത്തിനെ കുറിച്ച് ലോകം മുഴുവൻ പ്രകീർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. ധ്രുവന്റെ കീർത്തി പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കും എന്നുള്ള കാര്യവും ധ്രുവന് മനസ്സിലായി. ധ്രുവന് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചു. ധ്രുവന് ഭഗവാനെ കുറിച്ച് മനസ്സിലായി. ധ്രുവന് ഭഗവാനെ കുറിച്ച് സ്തുതിക്കാനുള്ള അവസരമുണ്ടായി. ധ്രുവന്റെ ഭക്തി ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന് മനസ്സിലായി. അതേപോലെ ഒരിക്കലും നശിക്കാത്ത, പ്രളയ സമയത്ത് പോലും നശിക്കാത്ത ഒരു ഗ്രഹം സ്വന്തമായിട്ട് തനിക്ക് ലഭിക്കും എന്നുള്ള ജ്ഞാനവും ധ്രുവനുണ്ടായി. ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. 6ാമത്തെ ശ്ലോകം മുതൽ ധ്രുവന്റെ സ്തുതിയാണ്. യോന്തപ്രവിശ്യ മമ വിവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സുധാംന അന്യാശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോ അന്തപ്രവിശ്യ, അങ്ങ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്റെ ആത്മാവിനെ ഉണർത്തിയത്. വാചമിമാം പ്രസുപ്ത, അപ്പോൾ എനിക്ക് ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. സഞ്ജീവയത് അഖില ശക്തിധര സ്വധാപ്ന, എന്റെ ഉള്ളിലുള്ള ആ മുഴുവൻ ശക്തികളെയും, വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഒരു ജീവാത്മാവിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രസുപ്ത, ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൃതാവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. അതിനെല്ലാം അങ്ങ് ഉണർത്തി. സംസാരിക്കാനുള്ള ശക്തി, ജ്ഞാനശക്തി, ഇതെല്ലാം അങ്ങ് ഉണർത്തി. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുന്നത് എന്ന് ധ്രുവ മഹാരാജാവ് പറഞ്ഞു. അപ്പൊ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതര് പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ആത്മീയമല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? മൃതമായിട്ടുള്ള പ്രവർത്തനം, ഒരു ഡെഡ് ബോഡിയുടെ ആക്ടിവിറ്റീസ് ആണ്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഒരു ജീവാത്മാവിന്റെ ഉണർന്നതിന് ശേഷമുള്ള പ്രവർത്തനം. അതുവരെ നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും, വലിയ വലിയ പ്രവൃത്തികളൊക്കെ ചെയ്താലും അതെന്താണ്? അത് ഉറക്കത്തിലുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു മൃതശരീരത്തിന്റെ പ്രവർത്തനം മാത്രമാണ് എന്ന് പറയും. അപ്പൊ ധ്രുവൻ ആ ഒരു വ്യത്യാസം ഇപ്പോൾ മനസ്സിലായി. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം താൻ എന്താണ് ചിന്തിക്കുന്നത്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന്റെ മുന്നേ ഞാൻ എന്താണ് ചിന്തിച്ചത്, ഇത് ധ്രുവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ആ ഒരു കാര്യം ധ്രുവൻ തുറന്നു പറയുകയും ചെയ്തു. അങ്ങ് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ എല്ലാവിധ ശക്തികളെയും, ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ശക്തികളെ മുഴുവൻ ഉണർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഏകത്വമേവ ഭഗവന്നിതമാത്മശക്തിയാം മായാഖ്യയോരു ഗുണയാ മഹദാദ്യശേഷം ദൃഷ്ടാനുവിശ്യാം പുരുഷസത് അസദ്ഗുണേഷു നാനേവതാരുഷു വിഭാവസുവത് വിഭാസി. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ പ്രപഞ്ചത്തിൽ പ്രവേശിച്ച് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. ഭഗവാൻ ഒരേ ഒരു വ്യക്തിയാണ്, ഏകസ്തമേവ, അങ്ങ് ഒരേ ഒരു വ്യക്തിയാണ്. പക്ഷെ ഭഗവാന്റെ ശക്തികൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. ഏകോ ബഹൂനാം യോ വിദധാധിക അല്ലെ, പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത എന്ന് പറയുന്നത്. ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്. ഭഗവാൻ ഒരു വ്യക്തിയാണെങ്കിലും ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്. ആ ശക്തികൾ വ്യത്യസ്ത രീതികളിൽ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കും. അതേപോലെ ഭഗവാൻ വ്യത്യസ്ത രൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യും, അവതരിക്കുകയും ചെയ്യും. ഏതുപോലെ അഗ്നി ഓരോ വിറക് കൊള്ളിയും തൊടുന്ന സമയത്ത് വ്യത്യസ്ത ആകൃതികളാണ് നമ്മൾ കാണുന്നത്. അഗ്നി ഒന്ന് തന്നെയാണ്, പക്ഷെ വിറകിന്റെ ആകൃതിക്കനുസരിച്ച്, കത്തുന്ന വിറകിന്റെ ആകൃതിക്കനുസരിച്ച് അഗ്നി നമ്മൾ വ്യത്യസ്ത രൂപങ്ങളിൽ കാണും. അതേപോലെ ഭഗവാൻ ഒന്ന് തന്നെയാണെങ്കിലും വ്യത്യസ്ത ജീവാത്മാക്കളുമായിട്ട് ബന്ധപ്പെടുന്നതിനനുസരിച്ച്
ആ ജീവാത്മാക്കളിൽ വ്യത്യസ്ത ശക്തികളാണ് ഭഗവാൻ ഉണർത്തുന്നത്. എല്ലാവരിലും ഭഗവാൻ ഒരേപോലെയല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ആഗ്രഹം അനുസരിച്ചിട്ടാണ് ഭഗവാൻ ഒരേ വ്യക്തിയാണെങ്കിലും അവരിൽ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്നത്. ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഭഗവാന്റെ ശക്തി ഒന്നാണെങ്കിൽ പോലും ഭക്തന്മാരിലും അഭക്തന്മാരിലും വ്യത്യസ്ത രീതിയിലാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. ഭക്തന്മാരിൽ ഭഗവാൻ ആത്മീയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വധാമം എന്നാണ് അതിന് പറയുന്നത്. ഭക്തന്മാരിൽ സ്വധാമമായി പ്രവർത്തിക്കുന്നു. ഭഗവാൻ ആത്മീയമായിട്ട് പ്രവർത്തിക്കുന്നു. ഭക്തന്മാർക്ക് ആത്മീയമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തു കൊടുക്കും. പക്ഷെ അഭക്തന്മാരിൽ ഭഗവാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മായാശക്തിയായിട്ടാണ് അഭക്തന്മാരിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നത്. കാരണം അവർക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യമില്ല. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തി ചെയ്യാനാണ് അവർക്ക് താല്പര്യം. മായയിൽ തന്നെ കഴിയാനാണ് അവർ. അതുകൊണ്ട് മായാശക്തിയായിട്ട് അഭക്തന്മാരിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു. ഭക്തന്മാരിൽ ഏതുപോലെ അഗ്നി ഒന്നു തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള വിറകുള്ളികളിൽ പ്രവേശിക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഭഗവാൻ ഒന്നു തന്നെയാണ്, പക്ഷെ വ്യത്യസ്ത ജീവാത്മാക്കളിൽ പ്രവേശിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഇവിടെ ധ്രുവൻ പറയുകയാണ്. പിന്നീട് നേരത്തെ ഭഗവാൻ ബ്രഹ്മദേവന് ജ്ഞാനം നൽകിയ കാര്യം പരാമർശിക്കുന്നുണ്ട് 8ാമത്തെ ശ്ലോകത്തിൽ. ബ്രഹ്മദേവൻ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിതനാണ്. ജ്ഞാനം നൽകിയതിനാൽ അദ്ദേഹം നിദ്രയിൽ നിന്നുണരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്റെ കടമകളെല്ലാം കാണുന്നത് പോലെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്. ധ്രുവൻ ജ്ഞാനം ലഭിച്ചിട്ടുള്ളതും ധ്രുവന്റെ മുത്തച്ഛനാണ് ബ്രഹ്മാവ്, അല്ലെ? ബ്രഹ്മാവിന്റെ പുത്രൻ മനുവിന്റെ സ്ഥാനപാതന്റെ പുത്രനാണ് ധ്രുവം. പിതാമഹം ലഭിച്ചിട്ടുള്ളത് ആദികവിയെ അന്ന് വേദജ്ഞാനം നൽകിയിട്ടുള്ളതും എന്റെ ആയിട്ടുള്ള എനിക്കും ലഭിച്ചു. ശരിയായിട്ടുള്ള രീതിയിൽ കാണാൻ സാധിച്ചത് അതെല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നു. വർഗസ്യ ശരണം ആരൊക്കെയാണോ മുക്തി കുറച്ച് കട്ടാവുന്നുണ്ട് പ്രഭുജി. കൃഷ്ണ മുക്തിയാണ്. അപ്പൊ ആഗ്രഹിക്കുന്നവർ ശരണം പ്രാപിക്കേണ്ടത് ആരെയാണ്? ഭഗവാൻ തന്നെയാണ് ശരണം പ്രാപിക്കാൻ. മുകുന്ദനെ ശരണം പ്രാപിക്കാതെ ആർക്ക് ലഭിക്കുകയില്ല. മുകുന്ദന് മാത്രമേ മുക്തി നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ പാദമാണ് അപവർഗസ്യ ശരണം തവ പാദമൂലം. അങ്ങയുടെ പാദമാണ് മോക്ഷം ആഗ്രഹിക്കുന്നവരുടെ ശരണം. അങ്ങയെ ശരണം പ്രാപിച്ചവർക്ക് എല്ലാവർക്കും അങ്ങ് മോക്ഷം നൽകുകയും ചെയ്യും. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എന്നെ ശരണം പ്രാപിക്കുന്നവർക്കെല്ലാം ഞാൻ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോക്ഷം നൽകും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാണ് അങ്ങയെ ശരണം പ്രാപിക്കാതിരിക്കുന്നത് എന്നാണ് ഇവിടെ ധ്രുവ മഹാരാജാവ് ചോദിക്കുന്നത്. വിസ്മര്യതേ കൃതവിധ കഥമാർത്ഥബന്ധു. അങ്ങ് ആർത്തബന്ധുവാണ്. ആരൊക്കെയാണ് ദുഃഖിതരായിട്ടുള്ളത്? ദുഃഖിതരായിക്കൊണ്ട് അങ്ങയെ ശരണം പ്രാപിക്കുന്നത് അവരുടെയൊക്കെ ബന്ധുവാണ്, യഥാർത്ഥ ബന്ധുവാണ് അങ്ങ്. അതുകൊണ്ട് ആരാണ് അങ്ങയുടെ പാദത്തെ വിസ്മരിക്കുന്നത്? ബുദ്ധിയുള്ള ആരും ഭഗവാനെ വിസ്മരിക്കുകയില്ല എന്നാണ് ഇവിടെ ധ്രുവ മഹാരാജാവ് പറയുന്നത്. ധ്രുവന് ഭഗവാനെ കുറിച്ച് എന്തെല്ലാം സാക്ഷാത്കാരം ഉണ്ടായോ, എന്തെല്ലാം മനസ്സിലായോ, അതെല്ലാം ധ്രുവൻ ഇവിടെ സ്തുതിരൂപത്തിൽ പറയുന്നുണ്ട്. നമ്മൾക്കത് തുടർന്ന് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. സീതാമാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ജപിച്ചോളൂ. ഓക്കെ, ഹരേ കൃഷ്ണ.